ലോകം പ്രത്യാശിച്ച ഒരു വാർത്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. 4 വർഷമായി തുടരുന്ന റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിക്കുകയാണെന്ന് വ്ളാഡിമിർ പുടിൻ. റഷ്യ-യുക്രൈൻ 3 ദിവസത്തെ വെടിനിർത്തലിന് പിന്നാലെയാണ് പുടിന്റെ പ്രഖ്യാപനം. റഷ്യയുടെ വിക്ടറി ഡേയോടനുബന്ധിച്ച് 3 ദിവസത്തെ വെടിനിർത്തലിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചതിന് ശേഷമാണ് പുടിന്റെ നീക്കം. അതിനിടെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തുമെന്ന ഭീതിയിൽ റഷ്യയിൽ ഇക്കുറി വിക്ടറി ഡേ ആഘോഷം പരിമിതമാക്കി. സൈനിക പരേഡിൽ ബാലിസ്റ്റിക് മിസൈലുകളും ടാങ്കുകളും പ്രദർശിപ്പിക്കാത്ത പരേഡിൽ ലോക നേതാക്കളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല. നാറ്റോയുടെ പൂർണ്ണ പിന്തുണയോടെ റഷ്യയെ നേരിടുന്ന യുക്രൈനെതിരെയുള്ള ആക്രമണം നീതിയുക്തമെന്ന് വിക്ടറി ഡേ പ്രസംഗത്തിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുടെ വെടിനിർത്തൽ നിർദ്ദേശം ഗൗരവമില്ലാത്തതാണെന്ന് സെലൻസ്കിയുടെ പരിഹാസം. ലോക സാമ്പത്തിക ഭദ്രതയെയും രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ-യുക്രൈൻ യുദ്ധം. 4 വർഷം നീണ്ട യുദ്ധം അവസാനിക്കുന്നുവെന്ന സൂചനയാണ് റഷ്യയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത്. യുക്രൈൻ യുദ്ധത്തിന് വിരാമമാകുന്നുവെന്ന് വ്യക്തമാക്കിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ തന്നെ. റഷ്യയുടെ അഭിമാനമായ 81ാം വിക്ടറി ഡേയിൽ സംസാരിക്കവെയാണ് പുടിന്റെ നിർണായകമായ പ്രഖ്യാപനം. പോരാട്ടം അവസാനിപ്പിക്കാൻ സഹായിച്ച US-ന് നന്ദിയെന്നും പുടിൻ പറഞ്ഞു. യുക്രൈനും റഷ്യയും 3 ദിവസത്തേക്ക് വെടിനിർത്തൽ നടപ്പാക്കണമെന്നും യുദ്ധത്തടവുകാരെ കൈമാറണമെന്നുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് പുടിന്റെ പ്രതികരണം. മെയ് 9 മുതൽ 11 വരെ 3 ദിവസത്തെ വെടിനിർത്തൽ നടപ്പിലാക്കാൻ ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. 1000 യുദ്ധത്തടവുകാരെ പരസ്പരം കൈമാറണമെന്നും ട്രംപിന്റെ നിർദ്ദേശത്തിലുണ്ടായിരുന്നു. ട്രംപ് അധികാരമേറ്റതു മുതൽ റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും കാര്യമായ ഫലമുണ്ടായിരുന്നില്ല. അതിനിടെ മോസ്കോയിലെ വിജയദിന പരേഡിനെ തടസ്സപ്പെടുത്താൻ യുക്രൈൻ ശ്രമിച്ചാൽ തലസ്ഥാനമായ കീവിന് നേരെ വൻതോതിൽ മിസൈൽ ആക്രമണം നടത്തുമെന്ന റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് ആശങ്ക ഉയർത്തിയിരുന്നു. കിയാവിലെ ഭരണകൂടം വിക്ടറി ഡേ ആഘോഷങ്ങൾ തകർക്കാൻ ശ്രമിച്ചാൽ റഷ്യൻ സായുധസേന ശക്തമായി തിരിച്ചടിക്കുമെന്നും കിയാവ് നഗരമധ്യത്തിൽ വൻ മിസൈൽ വർഷമുണ്ടാകുമെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു. നഗരത്തിലുള്ള സാധാരണക്കാരോടും വിദേശ നയതന്ത്ര ഉദ്യോഗസ്ഥരോടും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. യുക്രൈൻ ആക്രമിക്കുമെന്ന ഭീതിയിൽ റഷ്യയിലെ വിക്ടറി ഡേ ആഘോഷം ഇക്കുറി പരിമിതമായിരുന്നു. മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ വെള്ളി ശനി ദിവസങ്ങളിൽ നടന്ന സൈനിക പരേഡിൽ ബാലിസ്റ്റിക് മിസൈലുകളും ടാങ്കുകളും പോലുള്ള ആയുധങ്ങൾ പ്രദർശിപ്പിച്ചില്ല. സുരക്ഷയുടെ ഭാഗമായി മോസ്കോയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ പരിമിതപ്പെടുത്തി. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ അടച്ചിട്ടു. 2ാം ലോക മഹായുദ്ധത്തിൽ റഷ്യൻ സേന നാസി ജർമ്മനിയെ തോൽപ്പിച്ചതിന്റെ അനുസ്മരണം ഇത്രത്തോളം വെട്ടിച്ചുരുക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം സൈനികരുടെ പരേഡുണ്ടായിരുന്നു. ലോക നേതാക്കളുടെ സാന്നിധ്യവും പരിമിതമായിരുന്നു. ബെലാറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലൂക്കാഷെങ്കോ, ലാവോസ്, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, മലേഷ്യൻ രാജാവ് എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ പരേഡിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ബ്രസീൽ പ്രസിഡന്റ് ലുല ഡാ സിൽവയും അടക്കം 27 രാഷ്ട്ര നേതാക്കൾ പങ്കെടുത്തിരുന്നു. യുക്രൈനെതിരായ യുദ്ധം നീതിയുക്തമാണെന്നും നാറ്റോയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് യുക്രൈൻ റഷ്യയെ നേരിടുന്നതെന്നും ആഘോഷത്തിൽ പ്രസംഗിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞു. അതേസമയം വിക്ടറി ഡേയിൽ സൈനിക ടാങ്കുകളോ ആയുധങ്ങളോ പ്രദർശിപ്പിക്കില്ലെന്ന റഷ്യയുടെ തീരുമാനം അവരുടെ ദുർബലതയാണ് കാണിക്കുന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി ആക്ഷേപിച്ചു. റെഡ് സ്ക്വയറിന് മുകളിൽ യുക്രൈനിയൻ ഡ്രോണുകൾ പറക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. പ്രദർശിപ്പിക്കാൻ അവരുടെ പക്കൽ ആയുധങ്ങളില്ല. ഇത് റഷ്യയുടെ തകർച്ചയുടെ തെളിവാണെന്ന് അർമേനിയയിൽ നടന്ന യൂറോപ്യൻ രാഷ്ട്രീയ യോഗത്തിൽ സംസാരിക്കവേ സെലൻസ്കി പരിഹസിച്ചു. റഷ്യയുടെ വെടിനിർത്തൽ നിർദ്ദേശം ഗൗരവമില്ലാത്തതാണെന്ന് സെലൻസ്കി പറഞ്ഞു. കഴിഞ്ഞ മാസം ഈസ്റ്ററിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ലംഘിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഇരുപക്ഷവും പരസ്പരം സംശയത്തോടെയാണ് പുതിയ നീക്കങ്ങളെ കാണുന്നത്. റഷ്യയുമായുള്ള 3 ദിവസത്തെ വെടിനിർത്തൽ തങ്ങളുടെ തടവുകാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള അവസരമായാണ് കാണുന്നതെന്ന് സെലൻസ്കി വ്യക്തമാക്കി. റെഡ് സ്ക്വയറിനേക്കാൾ തങ്ങൾക്ക് പ്രധാനം റഷ്യയുടെ തടവിലുള്ള യുക്രൈൻ സൈനികരുടെ ജീവനാണ്. അവരെ വീട്ടിലെത്തിക്കുക എന്നതാണ് ലക്ഷ്യം. സെലൻസ്കി
ടെലഗ്രാം സന്ദേശത്തിൽ കുറിച്ചു. വിജയദിനാഘോഷങ്ങൾക്കിടയിൽ റഷ്യയ്ക്ക് നേരെ ആക്രമണം നടത്തില്ലെന്ന് സെലൻസ്കി ഉത്തരവിറക്കിയിരുന്നു. ഇത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സമാധാന ശ്രമങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി വിജയിച്ചിട്ടില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്ന വിഷയത്തിൽ അമേരിക്കയ്ക്ക് ധൃതിയാണെന്ന് റഷ്യ അഭിപ്രായപ്പെട്ടു. വിഷയം വളരെ സങ്കീർണമാണെന്നും യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ വിദൂരമാണെന്നും റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. ഇതിനിടെ വധഭീഷണിയെ തുടർന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭൂഗർഭ ബങ്കറിൽ അഭയം പ്രാപിച്ചതായി റിപ്പോർട്ട് പുറത്തുവന്നു. യുക്രൈനുമായുള്ള യുദ്ധം ശക്തമാകുന്ന സാഹചര്യത്തിൽ സൈനിക അട്ടിമറിയും ഡ്രോൺ ആക്രമണങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് പുടിന്റെ നീക്കമെന്നാണ് അഭ്യൂഹങ്ങൾ. നിലവിൽ മോസ്കോയിലെ ഔദ്യോഗിക ഭരണകാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അദ്ദേഹം രഹസ്യ ബങ്കറിലിരുന്നാണ് യുദ്ധപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. 2025 ജൂണിൽ യുക്രൈൻ നടത്തിയ ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന ഡ്രോൺ ആക്രമണം റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ ക്രെംലിന്റെ സുരക്ഷയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് പുടിൻ ഇപ്പോൾ തന്റെ സ്ഥിരം വസതികളിൽ താമസിക്കാറില്ലെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു.